ഒരു കുഞ്ഞ് ജനിച്ചാൽ 15 വർഷം കൊണ്ട് ആ കുഞ്ഞിന് ഒരു +2-ലോട്ടെങ്കിലും കയറുന്ന സമയത്ത് പോലും ഈവൻ ഇപ്പോഴും മുട്ടയിലഴയുന്ന ഒരവസ്ഥയിലുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ ഈ MLAയുടെ കാലഘട്ടത്തിലുള്ള ഇവിടെ വികസന പ്രക്രിയയുണ്ട്. അപ്പം നമുക്കിവിടെ വികസനം എന്നുള്ളത് ഒരു വെളിപ്പാട് നിൽക്കുന്ന ഒരു സൗകര്യം മാത്രമാണ്. MLAക്ക് അവരുടെ മണ്ഡലം പ്രസിഡന്റ് തുണ്ടിത്തറ ശശി പറയുന്നത് കേൾക്കാനാണ് MLA നാടിനെ അവഗണിക്കുന്നതെങ്കിലും നമുക്കതിന് കുറ്റമൊന്നും പറയാനില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ഇവിടെ ആര് ഭരിച്ചു എന്നുള്ളതിൽ ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഒരു ജനങ്ങൾക്കൊരു MLA ഇല്ല. ആ MLA ഇല്ലാത്തതിന് പൈലി ഒരു നിമിത്തം മാത്രമാണ്. പൈലിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സൗകര്യങ്ങൾ ഈ പാവപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും. അതിന് നമ്മൾ UDFുമായിട്ടാണ് നേരിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. കണ്ണൂർ ജില്ല ആ ചുരം രഹിത പാത വന്നാൽ കണ്ണൂർ ജില്ലയെയും അത് ഊട്ടിയിലേക്കുള്ളതും മറ്റതും മൈസൂരിലേക്കുള്ള വലിയൊരു വാതിൽ തുറക്കുകയും ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് കൊട്ടിയൂർ മേഖലയ്ക്കും ഇരിട്ടി മേഖലയ്ക്കും കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. നമസ്കാരം. പേരാവൂർ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ പൈലി വാത്യാട്ട് ഏജനറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. മണ്ഡലത്തിലെ പ്രചരണത്തിൻ്റെ വിശദമായ കാര്യങ്ങളും വികസനവുമായി ബന്ധപ്പെട്ട് NDA മുന്നോട്ട് വെക്കുന്ന പദ്ധതികളും ലക്ഷ്യങ്ങളും പൈലി വാത്യാട്ട് വിശദീകരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തിയായി പൊതുപര്യടനത്തിലേക്ക് നീങ്ങുകയാണ്? ഇതുവരെയുള്ള ഒരു അനുഭവം എന്താണ്? പേരാവൂർ നിയോജക മണ്ഡലത്തിലെ 1ാം റൗണ്ട് നമ്മൾ കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാന വ്യക്തിത്വങ്ങളെ കണ്ടെത്തി, അതുപോലെ തന്നെ ബൂത്ത് ലെവൽ വർക്ക് ചെയ്യേണ്ട വ്യക്തിത്വങ്ങളെ കണ്ടെത്തി പോസ്റ്ററിങ്ങുകളും ബോർഡുകളും വയ്ക്കാവുന്നതിൻ്റെ എല്ലാ മേഖലകളിലും എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കണ്ടെത്തുമ്പോൾ 2016 ഞാനിവിടെ മത്സരിച്ച അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ആത്മാഭിമാനത്തോടെ നിങ്ങളോട് പറയാൻ കഴിയുന്നത് 200 മടങ്ങ് ജനങ്ങൾ എന്നെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ വികസനം എന്ന ആ ആശയം പേരാവൂരിൻ്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഈ പേരാവൂർ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ഈ പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് വന്യമൃഗശല്യം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ITDCൻ്റെയും KTDCൻ്റെയും വലിയ ടൂറിസ്റ്റ് റിസോർട്ടുകളുടെയും വനങ്ങളുടെ ഉള്ളിൽ റിസോർട്ടുകളുള്ളത് നിങ്ങൾക്കറിയാം. കേരളത്തിലും വയനാട്ടിലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വൻകിട 5 സ്റ്റാർ റിസോർട്ടുകൾ വനത്തിലുണ്ട്. നാളിതുവരെ വർഷങ്ങളായി അവിടെ ഒരു മരണം നടന്ന് നമ്മൾ കണ്ടിട്ടില്ല. അത് അതിൻ്റെ അർത്ഥം അവർ സെക്യൂരിറ്റി, ജനങ്ങൾക്ക് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് സെക്യൂരിറ്റി നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ആറളം സെറ്റിൽമെൻറ്റ് ഏരിയയിലെ പാവപ്പെട്ടവരോട് കാണിക്കുന്ന ഈ ക്രൂരത മനുഷ്യാവകാശ ലംഘനമാണ്. 17 പേരുടെ ജീവൻ എടുത്തിട്ടും അവർ മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങുമ്പോഴാണ് ഏറ്റവും അവസാനം ബിനീഷ് അവിടെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ നിലവിലുള്ള ഒരു ഇടത് വലത് MLAമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പൊതുവെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതെന്താണ് NDA പേരാവൂർ മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുന്നത്? എന്താണ് പേരാവൂർ മണ്ഡലത്തിൽ വന്യമൃഗശല്യത്തിന്? പേരാവൂർ മണ്ഡലം മാത്രമല്ല, പേരാവൂരിനോട് ചെയ്യുന്ന അഡ്ജോണായിട്ടുള്ള മലയോര കുടിയേറ്റ ഗ്രാമങ്ങളിലെ പഞ്ചായത്തുകളിലെ അതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പഠനവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടലും കേവലം 1.5 വർഷം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണിത്. അതിന് ഒരു MLA, നമുക്ക് NDAക്ക് ഒരു MLA ഉണ്ടെങ്കിൽ അതിൻ്റെ പദ്ധതി ഉണ്ടാക്കിക്കുന്നതിനും കേന്ദ്രത്തിന് സമയബന്ധിതമായി ഇടപെടിക്കുന്നതിനും നമുക്ക് ചെയ്യാൻ കഴിയും. കേരളത്തിൽ 17 പേര് മരിച്ച ഈ ആറളം സെറ്റിൽമെൻറ്റ് ഏരിയയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വരാൻ നേരം കിട്ടിയില്ല. വേറെ ഏതൊരു മരണ വീടുകളിൽ പോകാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആര് ഭരിച്ചു എന്നുള്ളതിൽ ഒരു കാര്യമില്ല. കാരണം ഇവിടെ ഒരു ജനങ്ങൾക്കൊരു MLA ഇല്ല. ആ MLA ഇല്ലാത്തതിന് പൈലി ഒരു നിമിത്തം മാത്രമാണ്. പൈലിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സൗകര്യങ്ങൾ ഈ പാവപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്ന സമയത്ത് പോലും ഞാൻ പല കാര്യങ്ങളിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നിലവിലുള്ള വളയഞ്ചാൽ ആനമതിലിന് വേണ്ടി അനേക തവണ നമ്മൾ പാടുപെട്ടിട്ടുള്ളതാണ്. ഈ വയനാടിലേക്ക് പോകുന്ന പാത ഇപ്പോൾ പ്രധാനമായും പാൽച്ചുരം വഴി പോകുന്നു. ഇടയ്ക്കിടെ അപകടങ്ങൾ ഉണ്ടാകുന്നു, വാഹനങ്ങൾ കുടുങ്ങിപ്പോകുന്നു, വലിയ ചുരമാണ്. പക്ഷേ ആ സമയത്ത് തന്നെ സമാന്തരമായി ചുരമില്ല പാത എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഒരു ലക്ഷ്യം
അവിടുത്തെ ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സങ്കല്പം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ്? തീർച്ചയായും ഒരു നല്ല ചോദ്യമാണ്. 50 വർഷം മുമ്പ് ബഹുമാനായ തുരുത്തിയിൽ സ്കറിയാച്ചേട്ടൻ, കുഞ്ഞേട്ടൻ തുടങ്ങി വെച്ച ഒരു മഹത്തായ ഒരു സംവിധാനമാണ്. അതിന് അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് കുട്ടി മുക്കാടൻ അത്യാവശ്യം റോഡിന് പൈസ അടച്ചിട്ടുണ്ട്, എല്ലാ കാര്യവും നടക്കി വന്നിട്ടുണ്ട്. പക്ഷെ തുടർന്ന് വന്ന ഭരണസമിതികൾ അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം നിങ്ങളോട് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. ആത്മാർത്ഥതയുടെ ഒരംശം ഈ MLA നോഡൽ ഏജൻസിയെ തീരുമാനിക്കുന്നതിന് വേണ്ടി അത് എടുത്തിട്ടില്ല, 1%. കാരണം ഇത് ഞാൻ പറയുന്നത് MLAയോടുള്ള വിരോധം കൊണ്ടല്ല. ഇത് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പം 2010 കേരള പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ പേരാവൂർ മേഖലയുടെ റോഡ് വികസന സമിതിയുടെ കൺവീനർ ഞാനും ചെയർമാൻ ബഹുമാനപ്പെട്ട അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജനുമായിരുന്നു. 100 കണക്കിന് പരാതികൾ കൊടുക്കുകയും ആ പരാതികൾക്ക് ബഹുമാനപ്പെട്ട MLAയും കെ സുധാകരൻ MPയും അടക്കം വരുന്നവരെ 52 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കൂട്ടി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മുന്നിലെത്തി ഈ വിവരം കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഞാൻ ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ പലതവണ കയറിയപ്പോൾ ചീഫ് എഞ്ചിനീയർ ചിരിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ് എന്നെ ഇപ്പോഴും ഓർക്കുന്നത്. ഒരു നോഡൽ ഏജൻസിയെ തീരുമാനിക്കാത്ത റോഡിന് വേണ്ടി സാറ് പ്രസിഡന്റ് എന്തിനായി ഈ പാടുപെട്ട് നടക്കുന്നു? 2010 ഇന്ന് 2026 ഈ മാർച്ച് മാസം അവസാന ദിവസങ്ങളിലും ആ നോഡൽ ഏജൻസി തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒന്ന്, ആ റോഡ് വരരുതെന്നുള്ള നിർബന്ധം ആർക്കൊക്കെയോ ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം, കണ്ണൂർ ജില്ല വികസിക്കരുത് എന്നുള്ള ആഗ്രഹമുണ്ട്. കണ്ണൂർ ജില്ല ആ ചുരം രഹിത പാത വന്നാൽ കണ്ണൂർ ജില്ലയും അത് ഊട്ടിയിലേക്കുള്ളതും മൈസൂരിലേക്കുള്ള വലിയൊരു വാതിൽ തുറക്കുകയും ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് കൊട്ടിയൂർ മേഖലയ്ക്കും ഇരിട്ടി മേഖലയ്ക്കും കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ്. മൈസൂരേക്കും ഊട്ടിക്കുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ്സിൻ്റെ ഒരു വേ ആണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറയേണ്ടത്, 4 വരി പാതയില്ലാതെ 20 ടൺ കണ്ടെയ്നർ ഒരു റോഡിൽ മര്യാദയ്ക്ക് തിരിഞ്ഞു പോകില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിന് വെറും ബാലിശമായ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ആ പ്രശ്നം ജോയിൻ്റായിട്ടുള്ള ഒരു സർവേ നടത്തി അതിലെ പ്രശ്നങ്ങൾ വന്നാൽ ആ പ്രശ്നം ഡൽഹിയിൽ വെച്ച് പരിഹരിക്കാൻ എനിക്ക് കഴിയും. പിന്നെ കേരള ഗവൺമെൻറ് എടുക്കേണ്ട കാര്യം കേരള ഗവൺമെൻറ് എടുക്കും, MLA എടുക്കേണ്ട കാര്യം MLA എടുക്കണം. MLAക്ക് അവരുടെ മണ്ഡലം പ്രസിഡന്റ് തുണ്ടിത്തറ ശശി പറയുന്നത് കേൾക്കാനാണ് MLA നാടിനെ അവഗണിക്കുന്നതെങ്കിലും നമുക്കതിന് കുറ്റമൊന്നും പറയാനൊക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഇവിടെ MP ആയിരുന്ന ശ്രീമതി ടീച്ചർ അനേക മീറ്റിങ്ങുകളിൽ വെച്ചും ഇതിനെപ്പറ്റി സംസാരിച്ചു. പിന്നീട് 10 വർഷം ഭരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ വരുമ്പോഴും അവരും ഇതേ ചിറ്റമ്മ നയം തന്നെയാണ് ജനത്തിനോട് ചെയ്തത്. കാരണം ഒരു നാട് നന്നായാൽ അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ വികസിച്ചു പോകും. അപ്പോൾ അവരുടെ പാർട്ടി അണികളിൽ അവർ അണികൾ കുറഞ്ഞു പോകും എന്നുള്ള പേടിയായിരിക്കും അതിൻ്റെ കാരണം. ആ റോഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പേരാവൂർ മണ്ഡലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കൊട്ടിയൂർ തൊട്ട് അയ്യൻകുന്ന് വരെ എന്ന് പറയുന്ന ഒരു മേഖല കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഈ കാർഷിക മേഖലയുടെ പലവിധ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിലെ ആളുകൾ, കൃഷി ചെയ്യുന്നവർ, കർഷകർ അനുഭവിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികൾ പരിഹരിക്കാൻ, ആ പ്രതിസന്ധികൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിലേക്ക് ഇടപെടാൻ എന്താണ് NDA എന്താണ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ? അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളും കാർഷിക വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദൗർഭാഗ്യവശാൽ പ്രിയപ്പെട്ട കേരളീയർ ആ ഫണ്ട് ഉപയോഗിക്കാൻ അവർക്ക് അതിൻ്റെ പരിമിതമായ സൗകര്യങ്ങളുകൊണ്ടാണ് അവരത് ഉപയോഗിക്കാൻ നിൽക്കുന്നില്ല. എന്നാൽ അത് ഫലപ്രദമായി ഉപയോഗിക്കാനും അർഹതപ്പെട്ട ആ സബ്സിഡി ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇപ്പോൾ കൊട്ടിയൂർ മുതൽ അയ്യങ്കുന്ന് വരെയുള്ള മേഖലകളിലെ കശുവണ്ടി ഈ ലോകോത്തര കശുവണ്ടിയാണ്. ഈ കശുവണ്ടിക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഉണ്ടാക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന സബ്സിഡിയും ബാക്കിയെല്ലാം വെച്ചുകൊണ്ട് മനോഹരമായ ലോകോത്തര നിലവാരമുള്ള കശുവണ്ടി പരിപ്പ് ഇവിടെ തന്നെ ഉണ്ടാക്കാം. നമ്മുടെ ചില സംരംഭകർ ഉളിക്കല്ല് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സംരംഭങ്ങൾ നടത്തി നമുക്ക് കാണാൻ കഴിയും. നമുക്കത് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ? ഇതിന് അമൂല്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അമൂല്യയിൽ 1 ലിറ്റർ പാൽ കൊടുത്താൽ 44-45 രൂപ കിട്ടും. പക്ഷേ വർഷാവസാനം അതിൻ്റെ ടോട്ടൽ ട്രാൻസാക്ഷൻസ് വന്നു കഴിയുമ്പോൾ 76 രൂപ വരെ കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ട കർഷകരുടെ കശുവണ്ടി മാർക്കറ്റ് വിലയിൽ 4-5-10 രൂപ കൂടുതൽ കൊടുത്ത് എടുക്കുകയും പിന്നീട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 10-20 രൂപ വെച്ച് വരികയും ചെയ്യാവുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനേക്കാൾ ഉപരി
ഏറ്റവും അവസാനം കേന്ദ്ര ഗവൺമെൻറ് ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ടൊരു ടെക്നോളജി ബന്ധപ്പെട്ടിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ 8 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കടന്നു വരാൻ പോവുകയാണ്. ആ 8 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്ന് കേരള സ്റ്റേറ്റ് ഫാമിൽ വരുത്തിയാൽ ഈ രാജ്യത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന കാർഷിക വിളകളുടെ ഗവേഷണ കേന്ദ്രമാക്കി നമുക്കത് മാറ്റാൻ കഴിയും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കാർഷിക മേഖലയിൽ യഥാർത്ഥ വിത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നടീൽ വസ്തുക്കളുടെ ക്വാളിറ്റി ഇല്ലായ്മ. ഇസ്രായേലിൽ നടീൽ വസ്തുക്കളുടെ ക്വാളിറ്റിയും അതിൻ്റെ പരിപാലനത്തിൻ്റെ ക്വാളിറ്റിയുമാണ്. അത് ജനങ്ങൾക്ക് അവരുടെ വീടിൻ്റെ അടുത്തത് കിട്ടാൻ കഴിയുമ്പോൾ എല്ലാ കർഷകരും അവരുടെ കാർഷിക രീതി മാറ്റുകയും സമ്പന്നനായ കർഷകനാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കടന്നു വരികയും ചെയ്തു. പ്രധാനമന്ത്രി മോദിജി ആഗ്രഹിക്കുന്നത് സമ്പന്ന കർഷകൻ, ഒരു സമ്പന്നമായ രാജ്യത്തിന് സമ്പന്നനായ ഒരു കർഷകൻ വേണം. അതും വളരെ ചെറിയ കാലയളവിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് കഴിയുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യം. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി 2016 സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും തൻ്റേതായ നിലയിൽ പ്രവർത്തിക്കാനും ഇടപെടാനും അങ്ങേക്ക് കഴിഞ്ഞു. ഈ അനുഭവങ്ങളെ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാഷ്ട്രീയമായി എന്താണ് അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ LDF സർക്കാർ 10 വർഷം ഭരിച്ചു. ഇപ്പോൾ UDF വലിയ നിലയിൽ പ്രചരണം. ഈ നിലയിലുള്ള 2 മുന്നണികൾ തമ്മിലുള്ള ഒരു വലിയ മത്സരം, അതിൻ്റെ ഭാഗമായി മൂന്നാമത് അല്ലെങ്കിൽ എങ്ങനെയാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ BDJS പ്രത്യേകിച്ചും രാഷ്ട്രീയമായി സമീപിക്കുന്നത് എങ്ങനെയാണ്? 10 വർഷം അധികാരത്തിൽ തുടർഭരണത്തിൽ നിൽക്കുന്ന LDFനെ തറപറ്റിക്കുന്നതിന് വേണ്ടിയാണ് UDFയും ഈ മത്സരരംഗത്ത് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ NDA കേരളത്തിലെ 71 മണ്ഡലങ്ങളിൽ കേരളത്തിൽ സമാഹരിക്കാവുന്ന ഏറ്റവും നല്ല വിദഗ്ധരെയാണ് സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത്. 2026 തീർച്ചയായും കേരള ഭരണം NDA നേടും, സംശയമില്ല. അതിന് നമ്മൾ UDFുമായിട്ടാണ് നേരിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. അപ്പോൾ ഈ പോരാട്ടത്തിൽ 24 സീറ്റുകളിൽ മത്സരിക്കുന്ന BDJSും പേരാവൂരിൽ നമ്മൾ ജനവിധി തേടുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. ഭരണമുണ്ടായിട്ടും ഒരു കാര്യം ചെയ്യാത്ത ഇടതിൻ്റെ സ്ഥാനാർത്ഥി 15 വർഷം ഭരണമുണ്ടായിട്ടും ഒരു കുഞ്ഞ് ജനിച്ചാൽ 15 വർഷം കൊണ്ട് ആ കുഞ്ഞിന് ഒരു +2 കയറുന്ന സമയത്ത് പോലും ഈവൻ ഇപ്പോഴും മുട്ടയിലഴയുന്ന ഒരവസ്ഥയിലുള്ള ഒരു സംഭവമാണ് കേരളത്തിൽ ഈ MLAയുടെ കാലഘട്ടത്തിലുള്ള ഇവിടെ വികസന പ്രക്രിയയുള്ളത്. അപ്പം നമുക്കിവിടെ വികസനം എന്നുള്ളത് ഒരു വെളിപ്പാട് നിൽക്കുന്ന ഒരു സൗകര്യം മാത്രമാണ്. ഒരു കാര്യവും കൂടി നിങ്ങളോട് പറയാനുള്ളത്, 8 ഗ്രാമപഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി ഇരിട്ടി, ഇവയെ കോർത്തിണക്കിക്കൊണ്ട് അവരാര് ഭരിച്ചോട്ടെ, ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് അവർ അഭിമാനത്തോടെ ഭരിക്കുന്നതിന് നമ്മൾ സ്നേഹത്തോടെ കാണുന്നു. അവരെ കോർത്തിണക്കിക്കൊണ്ട് പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ, സെൻട്രലൈസ്ഡായിട്ട് പ്രോജക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിക്കൊണ്ട് ദേശീയ ഗവൺമെൻറ്റിൻ്റെ CSR ഫണ്ട് ഓരോ പഞ്ചായത്തിലും ഒരു 100 കോടി വീതിച്ചെങ്കിലും കിട്ടി അവസാനം ഫണ്ട് മതിയെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് വികസനം. അത് സിമ്പിളായ നിങ്ങളുടെ മുന്നിൽ ഉയർത്താൻ പറ്റുന്ന ഒരു കാര്യം. കിഴക്കമ്പലത്ത് സംഭവിക്കുന്നത് CSR ഫണ്ടിൻ്റെ കളിയാണ്. അത് സാക്ഷാൽ കിറ്റക്സ് സാബുവിൻ്റെയാണ്. പക്ഷേ നിർമ്മല സീതാരാമനോ മോദിജിയോ നിതിൻ ഗഡ്കരിയോ അവരെ മുകളിലുള്ളിടത്തോളം കാലം സാബുവിന് കിഴക്കമ്പലത്ത് കാണിച്ചതിൻ്റെ 10 ഇരട്ടി ഇവിടെ നമുക്ക് കാണിക്കാൻ കഴിയും. പക്ഷേ അതിന് എല്ലാ പഞ്ചായത്തുകളും നമ്മുടെ കൂടെ നിൽക്കണം. അവർക്ക് വികസനം വേണമെന്ന് പറഞ്ഞാൽ ആ വികസനം നമുക്ക് നടപ്പാക്കാൻ പറ്റും. അത് ഇവിടുത്തെ റോഡുകളുടെ കാര്യത്തിൽ, എല്ലാ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ, സ്റ്റേഡിയങ്ങൾ, അതുപോലെ തന്നെ മറ്റ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ, ഈ പരിപാടികൾ ഇതെല്ലാം അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വലിയ തോതിൽ ഒരു തൊഴിൽ സംരംഭങ്ങൾ പഞ്ചായത്തുകൾ നടത്തുന്ന ഈ പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിൽ നമുക്ക് ലഭിക്കും. അതിനേക്കാൾ ഉപരി യൂത്തിന് ഒരു ഹൈടെക് സെൻറ്റർ നമുക്കുണ്ടാക്കാൻ കഴിയും. സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസോടെ ഈ ഇന്ത്യയുടെ മുഴുവൻ, ലോകത്തിൻ്റെ മുഴുവൻ ജോലി സാധ്യതകൾ കിട്ടുന്ന ഒരു സെൻറ്റർ ഡെവലപ്പ് ചെയ്ത് അവർക്ക് അവിടെ വന്നിരുന്ന് അവരുടെ ഈ യാതൊരു ചെലവും ഇല്ലാതെ ഒരു ജോലി അന്വേഷിക്കാനുള്ളൊരു അവസരം ഇരിട്ടിയിൽ ഒരുക്കി നൽകാൻ നമുക്ക് വളരെ സിമ്പിളായിട്ട് കഴിയും. ഈ കൊട്ടിയൂർ പിൽഗ്രിം ടൂറിസം ചരിത്രത്തിൻ്റെ ആവശ്യമാണ്. നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇപ്പം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഓരോ വർഷം കൂടുതൽ വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് പരിമിതിയുണ്ട്, ഗവൺമെൻറ്റുകൾക്ക് പരിമിതിയുണ്ട്. ആ പരിമിതികളെ അതിജീവിക്കാനും അവിടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് പാലുകാച്ചി മലയിലെ ക്ഷേത്രത്തിലേക്ക് റോപ്പ് വേയിൽ പോകാനും പാലുകാച്ചി മലയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് റോപ്പ് വേയിൽ പോകാനും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ്
അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തിയോ പാർട്ടിസിപ്പേഷനോടുകൂടി ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതിനേക്കാൾ എല്ലാം ഉപരി കണ്ണൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള റെയിൽവേ ലൈൻ, അത് ഇരിട്ടിയിലൂടെ വന്ന് കൊട്ടിയൂർ വഴി മാനന്തവാടി ടച്ച് ചെയ്ത് കടന്നു പോകാനുള്ള ഒരു സംവിധാനം, ഇപ്പോൾ അത് വാഴമല വഴിയാണ് അതിൻ്റെ ഒരു പ്രോജക്റ്റ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എവിടെ നമ്മൾ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. തീർച്ചയായും ഈ വികസന കാഴ്ചപ്പാടുകളും ഈ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ അങ്ങേക്കാകട്ടെ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ.